കീർത്തി, ലക്ഷ്മി, ആരോഗ്യം, ദീർഘായുസ് എന്നിവ ലഭിക്കുന്നു. അതായത് ബ്രഹ്മമുഹൂർത്തത്തിൽ ഉണരുന്ന വ്യക്തിക്ക് താമരയുടെ പോലുള്ള സൗന്ദര്യം, കീർത്തി, ധനം, ഐശ്വര്യം, ആരോഗ്യം, ദീർഘായുസ് എന്നിവ ലഭിക്കുന്നു. ബ്രഹ്മമുഹൂർത്തെ നിദ്രാസാം പുണ്യക്ഷയകാരിണി, അതായത് ബ്രഹ്മമുഹൂർത്തത്തിലെ ഉറക്കം പുണ്യത്തെ നശിപ്പിക്കുന്നതാണ്. രോഗവിമുക്തമായി ദീർഘായുസോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർ ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേൽക്കണം. നമ്മുടെ സനാതന സംസ്കാരത്തിൽ പറഞ്ഞിട്ടുള്ള ഈ ബ്രഹ്മമുഹൂർത്തം അത്ഭുതകരമായ സമയമാണ്, അഥവാ അമൃതവേളയാണ്. സൂര്യോദയത്തിന് കൃത്യം 96 മിനിറ്റ് മുൻപുള്ള ഈ അത്ഭുതകരമായ സമയം ശരിയായ രീതിയിൽ ഉപയോഗിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ കുറഞ്ഞ സമയത്തിനുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങൾ കണ്ട് നിങ്ങൾ അത്ഭുതപ്പെട്ടുപോകും. നിങ്ങളുടെ ഏത് ലക്ഷ്യവും നിങ്ങൾ ഒരിക്കലും ചിന്തിക്കാത്തത്ര എളുപ്പത്തിൽ നേടും. ഏത് കാര്യത്തിലും നിങ്ങൾ വളരെ വേഗം വിദഗ്ധനായി മാറും. ഇത് കണ്ട് നിങ്ങൾ പോലും അമ്പരക്കും. കാരണം ബ്രഹ്മമുഹൂർത്തത്തിൽ ചെയ്യുന്ന ഏത് കാര്യവും വെള്ളം, വളം, സൂര്യൻ എന്നിവയുടെ സാന്നിധ്യത്തിൽ ഒരു ചെടി വളരുന്നതുപോലെ വികസിക്കുന്നു. അതുകൊണ്ടാണ് ഈ സമയത്തെ ദി ക്രിയേറ്റേഴ്സ് ഹവർ എന്ന് വിളിക്കുന്നത്. ഇത് വെറും മന്ത്രവാദമോ അന്ധവിശ്വാസമോ അല്ല. ബ്രഹ്മമുഹൂർത്തത്തിന്റെ ഈ പുരാതന വസ്തുതയെ ശാസ്ത്രവും അംഗീകരിച്ചിട്ടുണ്ട്. 30 സെക്കൻഡിനുള്ളിൽ ഞാൻ ഉറങ്ങുന്നു. 30 സെക്കൻഡിനുള്ളിൽ. രാവിലെ ഞാൻ എഴുന്നേൽക്കേണ്ട സമയമാകുമ്പോൾ കൃത്യം ആ സമയത്ത് ഞാൻ ഉണരുന്നു. ഇതൊന്ന് ചെയ്തു നോക്കൂ. നിങ്ങളുടെ വീട്ടിൽ നിന്ന് ദുരിതങ്ങൾ അകന്നുപോകും, കലഹങ്ങൾ അകന്നുപോകും, വിഷാദം അകന്നുപോകും, എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കും. പുലർച്ചെ 4 മണിയാകാൻ 15 മിനിറ്റ് എന്നത് ബ്രഹ്മമുഹൂർത്തമാണ്. വേദങ്ങൾ, പുരാണങ്ങൾ, ഉപനിഷത്തുകൾ തുടങ്ങിയ നമ്മുടെ ശാസ്ത്രങ്ങളിൽ ബ്രഹ്മമുഹൂർത്തത്തിന് വളരെ പ്രധാനപ്പെട്ട സ്ഥാനമാണ് നൽകിയിട്ടുള്ളത്. ഇത് നമ്മൾ മനുസ്മൃതിയിൽ നിന്ന് കാണിക്കാം. ബ്രാഹ്മേ മുഹൂർത്തേ ബുദ്ധ്യേ ധർമാർത്ഥാനുചിന്തയേത്, അതായത് ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് നമ്മൾ ധ്യാനത്തെയും മെഡിറ്റേഷൻ വേദങ്ങളുടെ അറിവിനെയും കുറിച്ച് ചിന്തിക്കണം. ഇത്രയും കഠിനമെന്ന് പറയപ്പെടുന്ന വേദങ്ങളുടെ പഠനം പോലും ബ്രഹ്മമുഹൂർത്തത്തിൽ ഗ്രഹിക്കാനാണ് മഹർഷി മനു പറഞ്ഞിട്ടുള്ളതെങ്കിൽ അതിനു പിന്നിൽ ഒരു വലിയ കാരണമുണ്ടായിരിക്കുമെന്ന് നിങ്ങൾ ചിന്തിക്കൂ. അതെ, തീർച്ചയായും ഇതിനു പിന്നിൽ വലിയൊരു കാരണമുണ്ട്. സനാതനധർമ്മത്തോടൊപ്പം മറ്റു മതസ്ഥരും ഈ സമയത്തെ പ്രാർത്ഥന, മതപരമായ പഠനം, ധ്യാനം, ചിന്ത, ആസൂത്രണം എന്നിവയ്ക്ക് പ്രധാനമായി കണക്കാക്കുന്നു. ഈ സമയത്ത് പ്രപഞ്ചത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്നും ബ്രഹ്മമുഹൂർത്തത്തെ ഇത്രയും ശക്തിയുള്ളതാക്കുന്നത് എന്താണെന്നും ഇപ്പോൾ നമ്മൾ പറയാം. 1. നല്ല മുഹൂർത്തത്തിൽ നിന്നുള്ള തുടക്കം. നമ്മൾ എപ്പോഴും ശുഭകാര്യങ്ങൾ തുടങ്ങുന്നത് മുഹൂർത്തം നോക്കിയാണ്. വിവാഹം, ഗൃഹപ്രവേശം എന്നിവയൊക്കെ പോലെ. അപ്പോൾ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസത്തിന്റെ തുടക്കം ഒരു നല്ല മുഹൂർത്തത്തിൽ നിന്നായിക്കൂടെ? എന്താണ് മുഹൂർത്തം എന്നറിയാമോ? ഒരു മുഹൂർത്തം 2 ഘടികാരമാണ്. ഒരു ഘടികാരം സമം 24 മിനിറ്റ്. 2 ഘടികാരം സമം 48 മിനിറ്റ്. 48 മിനിറ്റ് സമം ഒരു മുഹൂർത്തം. 24 മണിക്കൂറിൽ 30 മുഹൂർത്തങ്ങളുണ്ട്. അതിൽ 29ാമത്തെ മുഹൂർത്തമാണ് ബ്രഹ്മമുഹൂർത്തം. അറിവ് നേടാനും ബ്രഹ്മത്തെ പ്രാപിക്കാനും ലക്ഷ്യം നേടാനും ഒരാളുടെ സർവ്വതോന്മുഖമായ വികസനത്തിനും ഈ ബ്രഹ്മമുഹൂർത്തം ഏറ്റവും അനുയോജ്യമായ സമയമാണ്. നിങ്ങളുടെ ലക്ഷ്യം എന്തായിരുന്നാലും അത് നേടാൻ നിങ്ങൾക്ക് വേണ്ടത് ഏകാഗ്രതയാണ്, കോൺസെൻട്രേഷൻ. അതിൽ ഒരു ആന്തരികമോ ബാഹ്യമായതോ ആയ കാര്യങ്ങൾ നിങ്ങളെ വ്യതിചലിപ്പിക്കരുത്. അത്തരമൊരു ഏകാഗ്രതയിൽ, സ്റ്റേറ്റ് ഓഫ് ഫ്ലോയിൽ നിങ്ങൾ ചെയ്യുന്ന ഏത് ജോലിയും അസാധാരണമായിരിക്കും. ഈ ഏകാഗ്രതയ്ക്കു വേണ്ടിയാണ് യോഗികളും മുനിമാരും ഏകാന്തത തേടി മലകളിലെ ഗുഹകളിലേക്ക് പോകുന്നത്. എന്നാൽ നമ്മൾ സാധാരണക്കാർക്ക് ലക്ഷ്യപ്രാപ്തിയിൽ പ്രപഞ്ചം മുഴുവൻ നമ്മളെ സഹായിക്കുന്ന ഒരു സമയം ദൈവം നൽകിയിട്ടുണ്ട്. അതാണ് ബ്രഹ്മമുഹൂർത്തം. അപ്പോൾ ബ്രഹ്മമുഹൂർത്തം നമ്മെ എങ്ങനെ സഹായിക്കുന്നുവെന്ന് നമുക്കറിയാം. സനാതനധർമ്മം ഒരു ശാസ്ത്രീയ ജീവിത രീതിയാണ്. ഈ രീതിയിൽ വൈകുന്നേരം 6 മണി മുതൽ 9 മണി വരെയുള്ള സമയം രുദ്രകാലമാണ്. ഈ സമയത്ത് ഉറങ്ങാൻ പാടില്ല. 9 മണി മുതൽ 12 മണി വരെയുള്ള സമയം രാക്ഷസകാലമാണ്. ഈ സമയത്ത് നമ്മൾ ഒരു കാരണവശാലും ഉണർന്നിരിക്കരുത്. 12 മണി മുതൽ 3 മണി വരെയുള്ള സമയം ഗന്ധർവകാലമാണ്. ഈ സമയത്താണ് നമുക്ക് ഗാഠനിദ്ര ലഭിക്കുന്നത്. 3 മണി മുതൽ 6 മണി വരെയുള്ള മനോഹരകാലത്ത് നമ്മൾ എന്തായാലും കട്ടിൽ വിടണം. കാരണം മനോഹരകാലത്താണ് നമ്മുടെ ഈ പ്രപഞ്ചത്തിൽ കോസ്മിക് എനർജി, വിശ്വശക്തി ഏറ്റവും കൂടുതൽ സഞ്ചരിക്കുന്നത്. ഈ സമയത്ത് ചെയ്യുന്ന ധ്യാനം അത്രത്തോളം ശക്തിയുള്ളതാണ്. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് പ്രത്യേക അനുഭവങ്ങൾ ലഭിച്ചു തുടങ്ങും. നിങ്ങളുടെ ഇച്ഛാശക്തിയുടെ വിൽ പവർ നിലവാരം വർദ്ധിക്കുകയും നിങ്ങളുടെ ബോധത്തിലും ബുദ്ധിയിലും അതിന്റെ സ്വാധീനം കാണാൻ തുടങ്ങുകയും ചെയ്യും. കൂടുതൽ കോസ്മിക് എനർജി ലഭിക്കുന്നതിനു വേണ്ടിയാണ് സാധുക്കളും യോഗികളും ബ്രഹ്മമുഹൂർത്തത്തിൽ ധ്യാനം ചെയ്യുന്നത്. കോസ്മിക് എനർജി ലഭിക്കാൻ നിങ്ങൾ ധ്യാനം തന്നെ ചെയ്യണം എന്നില്ല. ഈ സമയത്ത് ഏകാഗ്രതയോടെ ചെയ്യുന്ന ഏത് ജോലിക്കും, അത് പഠനമായാലും ആസൂത്രണമായാലും ധ്യാനമായാലും മറ്റെന്തെങ്കിലുമായാലും അസാധാരണമായ ഫലങ്ങൾ ലഭിക്കും. 2. ഏറ്റവും കുറഞ്ഞ ശബ്ദമലിനീകരണം, മിനിമൽ നോയ്സ് പൊല്യൂഷൻ. ശബ്ദം നിങ്ങളുടെ തലച്ചോറിനെ എങ്ങനെയാണ് ബാധിക്കുന്നത് എന്ന് നിങ്ങൾക്കറിയാമോ? അറിയില്ലെങ്കിൽ ഇന്നറിയുക. നമ്മുടെ ചുറ്റുമുള്ള ശബ്ദങ്ങൾ നമ്മുടെ രക്തസമ്മർദ്ദം വർദ്ധിപ്പിക്കുന്നു.
അതുവഴി തലച്ചോറിന് ശരിയായി ഏകാഗ്രതയോടെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയുന്നില്ല. ഹാരി പോട്ടർ എഴുതിയ ജെ.കെ. റൗളിംഗ് പറയുന്നു, ഹാരി പോട്ടർ എഴുതുന്ന സമയത്ത് പുറത്തെ ശബ്ദങ്ങൾ കാരണം അവർക്ക് ശരിയായി ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിഞ്ഞില്ലെന്നും അതുകൊണ്ട് അവർക്കൊരു ഹോട്ടലിൽ റൂം എടുക്കേണ്ടി വന്നുവെന്നും അങ്ങനെ പുറത്തെ ആവശ്യമില്ലാത്ത ശബ്ദങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട് ശ്രദ്ധയോടെ എഴുതാൻ അവർക്ക് കഴിഞ്ഞു. ശ്രദ്ധയുടെയും ഏകാഗ്രതയുടെയും കാര്യം വരുമ്പോൾ ചെറിയ കാര്യങ്ങൾക്കും പ്രാധാന്യമുണ്ട്. രാവിലെ ശാന്തമായ അന്തരീക്ഷത്തിൽ നമ്മൾ ഏതെങ്കിലും ജോലി ചെയ്യുമ്പോൾ വളരെ കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ നേട്ടം കൈവരിക്കാൻ നമുക്ക് സാധിക്കുന്നു. 3. ശുദ്ധമായ അന്തരീക്ഷം, പ്യൂർ അറ്റ്മോസ്ഫിയർ. ബ്രഹ്മമുഹൂർത്തത്തിൽ നമ്മുടെ അന്തരീക്ഷം ഏറ്റവും ശുദ്ധമായ രൂപത്തിലായിരിക്കും എന്ന് നിങ്ങൾക്കറിയാമോ? രാവിലെ അന്തരീക്ഷത്തിൽ 41% ഓക്സിജനും വെറും 4% കാർബൺ ഡൈ ഓക്സൈഡുമായിരിക്കും. അതായത് ഏറ്റവും കുറഞ്ഞ മലിനീകരണം. ശുദ്ധവായുവിന് നൂറുകണക്കിന് ഗുണങ്ങളുണ്ട് എന്ന് നിങ്ങൾക്കറിയാമല്ലോ. അതിന്റെ ഏറ്റവും വലിയ ഗുണം ഇതാണ്: ശുദ്ധവായു നമുക്ക് വളരെയധികം ശക്തിയും ഊർജ്ജസ്വലമായ ബുദ്ധിയും നൽകുന്നു. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ ബ്രഹ്മമുഹൂർത്തത്തിൽ പ്രപഞ്ചവും പ്രകൃതിയും നമ്മെ എങ്ങനെയാണ് പിന്തുണയ്ക്കുന്നത് എന്ന്. ഇനി ബ്രഹ്മമുഹൂർത്തത്തിൽ നമ്മുടെ ശരീരം എങ്ങനെയാണ് നമ്മെ പിന്തുണയ്ക്കുന്നത് എന്ന് നോക്കാം. ആയുർവേദത്തിൽ പറയുന്നത് നമ്മുടെ ശരീരം ജലം, അഗ്നി, പൃഥ്വി, വായു, ആകാശം എന്നീ പഞ്ചഭൂതങ്ങൾ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ 5 ഘടകങ്ങൾ ചേർന്നാണ് നമ്മുടെ ശരീരത്തിന്റെ പ്രധാന ശക്തി ഉണ്ടാകുന്നത്. വായുവും ആകാശവും ചേർന്ന് വാതമുണ്ടാകുന്നു. അഗ്നിയും ജലവും ചേർന്ന് പിത്തമുണ്ടാകുന്നു. ജലവും പൃഥ്വിയും ചേർന്ന് കഫമുണ്ടാകുന്നു. ഈ വാദശക്തി മാനസിക ജോലികൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. വൈകുന്നേരം 2 മണി മുതൽ 6 മണി വരെയും രാവിലെ 2 മണി മുതൽ 6 മണി വരെയും വാദശക്തി നമ്മുടെ ശരീരത്തിൽ പ്രവഹിക്കുന്നു. ഈ സമയത്ത് നമ്മൾ സർഗാത്മകവും ക്രിയേറ്റീവ് ബൗദ്ധികവുമായ ജോലികൾ ചെയ്യണം. പക്ഷേ വാദശക്തിയുടെ സമയത്ത് നമ്മൾ തലച്ചോറുമായി ബന്ധപ്പെട്ട ജോലികൾ എന്തിനു ചെയ്യണം? ഈ വാദശക്തി നമ്മുടെ ശരീരത്തിലെ ഒരു ചക്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അത് ആത്മീയ ബോധത്തെ വർദ്ധിപ്പിക്കുന്നു. അത് നമ്മുടെ വികാരങ്ങളെ ഭക്തി, ശുദ്ധി, ഈശ്വരപ്രേമം, വിശ്വസ്തത എന്നിവയിലേക്ക് തിരിക്കുന്നു. അതിന്റെ പ്രതീകം മാനാണ്. അത് വളരെയധികം ശ്രദ്ധയുടെയും ജാഗ്രതയുടെയും സൂചനയാണ്. ഏറ്റവും പ്രധാനമായി ഈ ചക്രത്തിന്റെ ദേവതകൾ ശിവനും പാർവതിയുമാണ്. ശിവൻ ബോധത്തിന്റെയും പാർവതി പ്രകൃതിയുടെയും പ്രതീകമാണ്. അതിലൂടെ നമുക്ക് ബ്രഹ്മജ്ഞാനം ലഭിക്കുന്നു. ഈ ചക്രത്തിന്റെ പേരാണ് അനാഹത ചക്രം, അനാഹത ചക്ര. ബ്രഹ്മമുഹൂർത്തത്തിൽ വാദശക്തി നമ്മുടെ ശരീരത്തിൽ പ്രവഹിക്കുമ്പോൾ ആ സമയത്ത് നമ്മൾ ഏതെങ്കിലും ബൗദ്ധികമായ ജോലി ചെയ്യുകയാണെങ്കിൽ ഈ അനാഹത ചക്രവും അതിന്റെ സ്വാധീനം കാണിക്കാൻ തുടങ്ങും. അനാഹത ചക്രത്തിന്റെ നിറം ഇളം നീല, ആകാശത്തിന്റെ നിറമാണ്. അനാഹത ചക്രത്തിന്റെ മൂലകം വായുവാണ്. വായു സ്വാതന്ത്ര്യത്തിന്റെയും വ്യാപനത്തിന്റെയും പ്രതീകമാണ്. ആകാശം അനന്തതയുടെ പ്രതീകമാണ്. ഇത് നമ്മുടെ സർഗാത്മകതയെയും അറിവിനെയും അനന്തതയിലേക്ക് വ്യാപിപ്പിക്കാൻ സഹായിക്കുന്നു. അനാഹത ചക്രത്തിൽ നിന്ന് ഉദയം ചെയ്യുന്ന രണ്ടാമത്തെ ശക്തി സങ്കല്പശക്തിയാണ്. അത് ആഗ്രഹപൂർത്തീകരണത്തിന്റെ ശക്തിയാണ്. നിങ്ങളുടെ അനാഹത ചക്രം എത്രത്തോളം ശുദ്ധമായിരിക്കുന്നുവോ അത്രത്തോളം വേഗത്തിൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ പൂർത്തിയാകും. നല്ല ഗാഠനിദ്രയ്ക്ക് ശേഷം ബ്രഹ്മമുഹൂർത്തത്തിൽ തലച്ചോറ് താരതമ്യേന കൂടുതൽ ശാന്തവും സജീവവുമായിരിക്കും. പ്രപഞ്ചവും നമ്മുടെ ശരീരവും പോസിറ്റീവ് എനർജി കൊണ്ട് നിറഞ്ഞിരിക്കുന്ന സമയമാണിത്. നമ്മുടെ ശരീരം പ്രകൃതിയുടെ നിയമങ്ങൾക്കനുസരിച്ച് ചലിക്കണം. നമ്മൾ വെള്ളത്തിന്റെ ഒഴുക്കിനൊപ്പം നീന്തുമ്പോൾ എളുപ്പത്തിൽ നീന്താൻ കഴിയും. ഒഴുക്കിനെതിരെ നീന്തുകയാണെങ്കിൽ കൂടുതൽ ശക്തി ഉപയോഗിക്കേണ്ടിവരും. അതുകൊണ്ടാണ് നമ്മുടെ ഋഷിമാർ ബൗദ്ധികവും മാനസികവുമായ ജോലികൾ ചെയ്യാൻ ബ്രഹ്മമുഹൂർത്തത്തിൽ ഉണരാനും എഴുന്നേറ്റുണർന്നിരിക്കാനും ഉപദേശിച്ചത്. പ്രകൃതി നിങ്ങളെ പിന്തുണയ്ക്കുന്നു. നിങ്ങളുടെ ശരീരവും നിങ്ങളെ പിന്തുണയ്ക്കുന്നു. നിങ്ങൾക്കാവശ്യമുള്ളത് പ്രകൃതിക്കും ശരീരത്തിനും പിന്തുണ നൽകുക എന്നതാണ്. സുഹൃത്തുക്കളെ, ഞങ്ങളുടെ ഈ അവതരണം നിങ്ങൾക്കിഷ്ടപ്പെട്ടെങ്കിൽ, നിങ്ങളുടെ ആഗ്രഹങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ താൽപ്പര്യമുണ്ടോ എങ്കിൽ ഇപ്പോൾ തന്നെ ഞങ്ങളുടെ ചാനലിൽ ജോയിൻ ചെയ്യുക. ഞങ്ങളുടെ മെമ്പർമാർക്കായി പ്രത്യേക വീഡിയോകൾ കാത്തിരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക.